സോ ഇങ്ങനെയാണ് ഒരു ജി പി എസ് മോഡൽ കിട്ടുന്നത് TTL ഔട്ടുള്ളത്. ഇനി നമ്മൾ പറഞ്ഞ GPS ഡാറ്റ, ഇത് ഒരു സ്ട്രക്ചറാണ്. ടൈപ്പ് ഡെഫ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് വേണ്ടത് ലാറ്റിറ്റ്യൂഡ് STRT. സ്ട്രിങ് ടോക്കണൈസ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ്. ഇപ്പോൾ നമ്മൾ കൊടുത്ത സാമ്പിളിൽ നിന്നും എടുത്തിട്ട് ലാറ്റിറ്റ്യൂഡ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഈ വീഡിയോ സീരീസ് കണ്ടു തുടങ്ങിയിട്ടില്ലെങ്കിൽ ആദ്യം മുതൽ എല്ലാ വീഡിയോസും കാണുക, എല്ലാം പ്രാക്ടീസ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നമ്മളുടെ കോമ്പറ്റീഷൻ റണ്ണിംഗ് ആണ്. രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. കഴിഞ്ഞ കുറച്ച് വീഡിയോകളിലായിട്ട് കുറച്ച് സുഹൃത്തുക്കൾ കമൻ്റ് ഇട്ടിരുന്നു, എംബഡഡ് സിസ്റ്റംസ് കൂടുതൽ പഠിക്കാൻ താല്പര്യമുണ്ട്, ഡയറക്റ്റ് ട്രെയിനിങ് ക്ലാസ്സുകളുണ്ടോ, ഡയറക്റ്റ് വന്നാൽ പഠിക്കാൻ സൗകര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് വാട്സപ്പിലെല്ലാം എൻക്വയറി ഇട്ടിരുന്നു. മൈക്രോസ്കിൽ ലാബ് എംബഡഡ് സിസ്റ്റം ട്രെയിനിങ്ങിന് വേണ്ടി മാത്രമായിട്ട് ഒരു പ്രീമിയം ട്രെയിനിങ് സെൻറ്റർ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്. 2026 മാർച്ച് മന്തിൽ ആയിരിക്കും. ലൊക്കേഷൻ ബാംഗ്ലൂർ സിൽക്ക് ബോർഡ് ജംഗ്ഷനാണ്. കോഴ്സിൻ്റെ ഡ്യൂറേഷൻ 3 months ആണ്. കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. എംബഡഡ് സിസ്റ്റംസ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ കേൾക്കുന്ന ഒരു വാക്കാണ് GPS, അല്ലേ? നമുക്ക് GPS-ൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് ചെയ്ത് നോക്കാം. ഇതാണ് GPS മോഡ്യൂൾ. ഇത് നമ്മളുടെ അടുത്തുനിന്ന് ഇലക്ട്രോണിക്സ് സ്പെയർ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. സോ ഇങ്ങനെയാണ് ഒരു GPS മോഡ്യൂൾ കിട്ടുന്നത് TTL ഔട്ടുള്ളത്. ഒപ്പം ഇതിൻ്റെ ഒരു ആൻറ്റിനയും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ആക്ച്വലി ഇതിപ്പോൾ ഞാൻ സോൾഡറിങ് ചെയ്തതാണ്. കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സോൾഡറിങ് കാണുന്നുണ്ടല്ലേ, അത് വേറൊന്നുമല്ല, നമ്മളുടെ ബോർഡിലുള്ള പ്ലസ് TX RX ഗ്രൗണ്ട്, ഇത് നമ്മളുടെ GPS വാങ്ങിക്കുമ്പോൾ പ്ലസ് RX TX ഗ്രൗണ്ട് അങ്ങനെ ചെറുതായിട്ടൊന്ന് തിരിച്ചാണ് വരുന്നത്. സോ അതിനു വേണ്ടി ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് സോൾഡർ ചെയ്യണമായിരുന്നു. സോ പിൻ ടു പിൻ ഡയറക്റ്റ് സോൾഡർ ചെയ്താൽ ശരിയാവില്ല. സോ ഇങ്ങനെ ഒരു കണക്ടർ ഉണ്ടാക്കിയെടുത്താണ്. ഇപ്പോൾ നമ്മൾക്കിതിനെ ഡയറക്റ്റ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാവുന്നത് പോലെ. ഇനി നമുക്കിതിനെ കോഡിങ് ചെയ്യണം. സോ പുതിയ പ്രോജക്റ്റ് എടുക്കാം. ഫയൽ, ന്യൂ പ്രോജക്റ്റ്, GCC C എക്സിക്യൂട്ടബിൾ, പേര് GPS1 എന്ന് കൊടുക്കാം. എന്നിട്ട് ടാർഗറ്റ് സെലക്ട് ചെയ്യാം @MEGA328P. നെക്സ്റ്റ് നമുക്ക് കുറച്ച് കോഡ് കോപ്പി ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത ഒരു കോഡ്, UARTൻ്റെ കോഡിൽ പോയി കഴിഞ്ഞാൽ I2C .c വേണം, .h വേണം, OLED .c വേണം, .h വേണം, UART .c വേണം, .h വേണം. ഇതിനെ കോപ്പി ചെയ്ത് നമ്മളുടെ ഇപ്പോഴത്തെ കോഡ് GPS1 ഇവിടെ മെയിൻ ഫയലിരിക്കുന്നതിന് പാരലായിട്ട് പേസ്റ്റ് ചെയ്യാം. ഇനി പ്രോജക്റ്റിലേക്ക് തിരിച്ചു വരാം. എന്നിട്ട് GPS-ൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് കൊടുത്ത് എക്സിസ്റ്റിംഗ് ഐറ്റം, അതിനകത്ത് ഇപ്പോൾ ആഡ് ചെയ്ത C ഫയലുകൾ I2C .c, OLED .c, UART .c ആഡ് കൊടുത്തു. ഇനി ഇവിടെ ഹാഷ് ഇൻക്ലൂഡ് I2C .h, ഹാഷ് ഇൻക്ലൂഡ് OLED .h, ഹാഷ് ഇൻക്ലൂഡ് UART .h, ഇനി ഹാഷ് ഇൻക്ലൂഡ് util delay .h. അപ്പോൾ ഇവിടെ ഒരു ഹാഷ് ഡിഫൈൻ വരും. ഹാഷ് ഡിഫൈൻ FCPU 16 UL. ഇനി മെയിനിൽ വന്നിട്ട് ആദ്യം OLED ഇനീഷ്യലൈസ് ചെയ്യാം. പിന്നെ OLEDന് മുമ്പേ I2C ഇനീഷ്യലൈസ് ചെയ്യണം. I2C ത്രൂ ആണ് OLED ഇനീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് UART ഇനീഷ്യലൈസ് ചെയ്യാം. അത് ഇനീഷ്യലൈസ് ചെയ്യുമ്പോൾ ബോർഡ് റേറ്റ് കൊടുക്കണം. നമ്മളുടെ GPS-ൻ്റെ ബോർഡ് റേറ്റ് 9600 ആണ്. ഇനി OLED ക്ലിയർ ചെയ്യാം.
OLED ഇവിടെ ഒരു മെസ്സേജ് റൈറ്റ് ചെയ്യാം. ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. XCH. സോ നമ്മൾ ഇവിടെ avr.io.h യൂസ് ചെയ്തതിനെ കോപ്പി ചെയ്തിട്ട് I2C.c അകത്ത് പോയിട്ട് XC.h റീപ്ലേസ് ചെയ്യണം, സേവ് ചെയ്യണം. OLED.cൽ സെയിം. നെക്സ്റ്റ് UART.cl വരുന്നില്ല. ഇനി .h ഫയലുകളിൽ ഉണ്ടെങ്കിൽ UART.hൽ പ്രശ്നമില്ല, I2C.hൽ പ്രശ്നമില്ല, OLED.hലും ഉണ്ട്. ഓക്കെ, ഇനി വീണ്ടും F7 അമർത്തി കമ്പൈൽ ചെയ്യാം. ഓക്കെ, കമ്പൈൽ ആയിട്ടുണ്ട്. നമുക്കിവിടെ ഫ്ലാഷ് ചെയ്ത് നോക്കാം. ഇനി main.cയിലേക്ക് പോവാം. ഇവിടെ നമുക്ക് UART ഉണ്ട്. സോ വൈലിനകത്ത് RCV equal to UART RX OLED write page column RCV. ഇങ്ങനെ എഴുതുകയാണെങ്കിൽ നമുക്ക് പ്രിൻ്റ് കാണാൻ പറ്റും. കോളം പ്ലസ് ഈക്വൽ ടു 6 if column greater than 117 column equal to 0 page plus plus if page greater than 3 page equal to 1 ഇവിടെ int page int column ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് GPS എന്താണോ വരുന്നത് അത് LCDയിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ. കമ്പൈൽ ചെയ്ത പേരുണ്ട്. RCV അൺഡിക്ലെയർഡ് എന്ന് പറഞ്ഞു. ഇവിടെ RCV CHAR RCV വീണ്ടും പേജ് അൺഡിക്ലെയർഡ് എന്ന് പറഞ്ഞു. പേജ് ഓക്കെ, ഇവിടെ പേജ് ഈക്വൽ ടു എഴുതിയില്ല. യെസ്, ഇനി നമ്മൾക്ക് ഇതിനെ ഒന്ന് ഫ്ലാഷ് ചെയ്ത് നോക്കാം. ഈ NME സെൻറ്റൻസ് വരുന്നത് എന്തൊക്കെയോ ഡിസ്പ്ലേയിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. സോ നമ്മളുടെ ലൈബ്രറിക്കകത്ത് കംപ്ലീറ്റ് ക്യാരക്ടേഴ്സിനെ പ്രിൻ്റ് ചെയ്യാനുള്ള സ്കോപ്പില്ല, നമ്മൾ എഴുതിയിട്ടില്ല. സോ നെക്സ്റ്റ് കോഡിൽ നമ്മളതിനൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് വേറൊരു OLED.c ഫയൽ തരുന്നതായിരിക്കും. അതിനെ ക്ലൗഡിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് തരാം. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇനി ഇതിനെ കിട്ടിയ ഡാറ്റനെ ഒരു ബഫറിനകത്തേക്ക് എടുക്കണം. എന്നിട്ട് അതിനെ പാർസ് ചെയ്തിട്ട് നമ്മൾക്ക് GPS ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് പിന്നെ ടൈം പിന്നെ സ്പീഡ് ഇതെല്ലാം എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് മാത്രം എടുക്കാം. സോ നമുക്ക് GPS ലാറ്റിറ്റ്യൂഡ് ലോങ്ങിറ്റ്യൂഡ് എടുക്കണം. അതിനു മുമ്പ് നമുക്ക് ഒരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. Ctrl+N C ഫയൽ ഓപ്പൺ main.cയിൽ നിന്ന് നമുക്ക് ഇതിനെല്ലാം കോപ്പി ചെയ്തിടാം. ഇവിടെ ഒരു ഫങ്ഷൻ int parse character pointer NMEA data GPS data pointer GPS data
സോ ഇപ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു GPS ഡാറ്റ ഒരു ടൈപ്പ് ഇല്ല. നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. GPS.c എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ കോഡുള്ളത് GPS1-നകത്ത് പുതിയ ഫയൽ gps.c. ഈ സാധനം നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ടൊരു പുതിയ ഫയൽ, എന്നിട്ടൊരു ഇൻക്ലൂഡ് ഫയൽ, എന്നിട്ട് ഓപ്പൺ കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ് ആ ഒരു ഫങ്ഷനെ. ഹാഷ് ifndef gps_h_hash_define സോ നമുക്കിതിൻ്റെ gps.h എന്ന് സേവ് ചെയ്യണം. ഇനി നമ്മൾ പറഞ്ഞ GPS ഡാറ്റ ഇത് ഒരു സ്ട്രക്ചറാണ്. ടൈപ്പ് ഡെഫ് ചെയ്തിട്ട് ചെയ്യാം. ഇവിടെ എനിക്ക് വേണ്ടത് ലാറ്റിറ്റ്യൂഡ് ഞാനൊരു 15 ക്യാരക്ടർ ലെങ്ത് വയ്ക്കുന്നുണ്ട്. ലോങ്ങിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് ഡയറക്ഷൻ ലോങ്ങിറ്റ്യൂഡ് ഡയറക്ഷൻ. സോ ഇതാണ് സ്ട്രക്ചർ. ഇനി main.cയിൽ ഒന്ന് ഹാഷ് ഇൻക്ലൂഡ് gps.h ആഡ് ചെയ്യണം. 2 ഇവിടെ GPS1-ൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ആഡ് കൊടുത്തിട്ട് എക്സിസ്റ്റിംഗ് ഐറ്റം കൊടുത്തിട്ട് gps.c ആഡ് ചെയ്യണം. ഓക്കെ, ഇനി പാർസ് എന്നൊരു ഫങ്ഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് അല്ലേ. ഇവിടെ ആദ്യം തന്നെ നമുക്ക് enemy ഡാറ്റ തന്നിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇഫ് strncmp $gprmc comma enemy data comma 6 $gprmc അങ്ങനെയാണ് 6 എണ്ണം വരുന്നത്. സോ ഇതിനെ കമ്പയർ ചെയ്തിട്ട് ഇതെങ്ങാനും 0 അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിട്ടേൺ ചെയ്യണം. റിട്ടേൺ 0, റിട്ടേൺ 1 കൊടുക്കാം, അല്ലെങ്കിൽ റിട്ടേൺ -1 കൊടുക്കാം. അപ്പോൾ കമ്പാരിസൺ ഔട്ട്പുട്ട് 0 കിട്ടിക്കഴിഞ്ഞാൽ enemy സെൻറ്റൻസ് കറക്റ്റാണ്. ഇനി നമുക്ക് ഒരു ക്യാരക്ടർ പോയിൻ്റർ ടോക്കൺ ഈക്വൽ ടു strTOK സ്ട്രിങ് ടോക്കണൈസ് എന്ന് പറഞ്ഞ ഫങ്ഷനാണ്. ഇവിടെ enemy ഡാറ്റ എന്ന് പറഞ്ഞ ആ ഒരു പോയിൻ്റർ കൊടുക്കാം. എന്നിട്ട് ഒരു ഡീലിമിറ്റർ കൊടുക്കണം. കോമയാണ് ഡീലിമിറ്റർ. ഈ ഡീലിമിറ്റർ വെച്ചിട്ട് നമ്മളുടെ enemy ഡാറ്റ എന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് സ്ട്രിങ്ങിനെ പരിശോധിച്ചിട്ട് അതിനകത്ത് ഫസ്റ്റ് കോമ എവിടെയാണോ വരുന്നത് അതിന് മുമ്പുള്ള കംപ്ലീറ്റ് ഡാറ്റ അതിനെ ടോക്കണിലേക്ക് ഇപ്പോൾ ഫില്ല് ചെയ്യും. സോ അതിനകത്ത് എന്തായിരിക്കും കിട്ടുക? $gprmc എന്നായിരിക്കും. നമുക്ക് അതിൻ്റെ സാമ്പിൾ ഒന്ന് നോക്കാം. ഓക്കെ, ChatGPT നമ്മൾക്കൊരു സാമ്പിൾ തന്നിട്ടുണ്ട്. $gprmc. അത് കഴിഞ്ഞ് നമ്മൾക്ക് വരുന്നത് ലാറ്റിറ്റ്യൂഡാണ്.
സോറി, ഇത് ലാറ്റിറ്റ്യൂഡ് അല്ല, ഇത് ഇവിടെ നോക്കി അറിയാം, ഇത് UTC ടൈമാണ്. ഓക്കെ, സോ ടൈം നമ്മളിപ്പോൾ എടുക്കുന്നില്ല. അത് കഴിഞ്ഞ് വരുന്നത് സ്റ്റാറ്റസ് ആണ്, ആക്റ്റീവ് ആണോ വോയിഡ് ആണോ, അത് GPS ഫിക്സിൻ്റെ ഒക്കെ സ്റ്റാറ്റസ് ആണ്. നെക്സ്റ്റ് വരുന്നതാണ് ആക്ച്വലി ലാറ്റിറ്റ്യൂഡ്. അപ്പോൾ ഒന്നാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞു, മൂന്നാമത്തെ കഴിഞ്ഞു, നാലാമത്തെ ആണ് ആക്ച്വലി വേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നമ്മൾക്ക് ആവശ്യമില്ല. രണ്ടാമത്തെ കൊടുക്കുന്ന സമയത്ത് ഇവിടെ സെയിം enemy ഡാറ്റ എന്ന് കൊടുക്കേണ്ട, നൾ എന്നാണ് കൊടുക്കുന്നത്. മൂന്നാമത്തെ കൊടുത്തു, നാലാമത്തെ. അപ്പോൾ ഇവിടെ $GPRMC വന്നു, ഇവിടെ ടൈം വന്നു, ഇവിടെ സ്റ്റാറ്റസ് വന്നു, അത് കഴിഞ്ഞിട്ട് ലാറ്റിറ്റ്യൂഡ്. അങ്ങനെയല്ലേ? GPRMC, പിന്നെ ടൈം, പിന്നെ സ്റ്റാറ്റസ്, പിന്നെ ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, സോ ഇതിനെ നമ്മൾക്ക് സ്ട്രിങ് കോപ്പി ചെയ്യാം. സ്ട്രിങ് കോപ്പി GPS ഡാറ്റ ലാറ്റിറ്റ്യൂഡ്, കോമ ടോക്കൺ. ഇനി വീണ്ടും അടുത്തത് എടുക്കുകയാണെങ്കിൽ ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ് വരുന്നത് ലാറ്റിറ്റ്യൂഡ് ഡയറക്ഷൻ അല്ലേ? ലാറ്റിറ്റ്യൂഡ് കഴിഞ്ഞ് വരുന്നത് അതെ, ലാറ്റിറ്റ്യൂഡ് ഡയറക്ഷൻ, പിന്നെ ലോങ്ങിറ്റ്യൂഡ്, പിന്നെ ലോങ്ങിറ്റ്യൂഡ് ഡയറക്ഷൻ. സോ ഇവിടെ ലാറ്റ് ഡയറക്റ്റ്. ഓക്കെ, വീണ്ടും അടുത്തത് എടുക്കുന്നു. ഇത് ലോങ്ങിറ്റ്യൂഡാണ്, ഇത് ലോങ്ങിറ്റ്യൂഡ് ഡയറക്ഷനാണ്. സോ ഇത്രയും ഡാറ്റ നമ്മൾ ഫില്ല് ചെയ്തു GPRMC. സോ നമ്മൾക്ക് GPS ഡാറ്റയ്ക്കകത്ത് ഇപ്പോൾ അത് കിട്ടും. ഇവിടെ ഓക്കെ, ഇനി ആ ഫങ്ഷൻ ഇവിടെ നിന്ന് മെയിൻ നിന്ന് കോൾ ചെയ്യുന്നു, പാർസ് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ഇതിനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്യാം. സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇവിടെ നിന്ന് ChatGPT തന്നത് എന്താണോ അതിനെ ഒന്ന് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. സോ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സാമ്പിൾ enemy ഡാറ്റ ഉണ്ട്. ഇവിടെ പാർസ് കൊടുക്കാം. പാർസ് സാമ്പിൾ കോമ %, GPS നമ്മളെപ്പോഴും ക്രിയേറ്റ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. GPS ക്രിയേറ്റ് ചെയ്തിട്ടില്ല. GPS ഡാറ്റ GPS, ഇതാണ് നമ്മളുടെ സ്ട്രക്ചർ. ഇവിടെ സ്ട്രക്ചറിൻ്റെ പോയിൻ്റർ പാസ് ചെയ്തു. ഇനി പ്രിൻ്റ് ചെയ്യണമെങ്കിൽ OLED write 2,0, GPS dot latitude. ഓക്കെ, ഇതൊന്ന് ചെയ്ത് നോക്കാം. unknown type GPS data GPS.cl. ഓക്കെ, സോ ഇവിടെ GPS.touch ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, കമ്പൈലായിട്ട് നമുക്കൊന്ന് ഫ്ലാഷ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ നമ്മൾ കൊടുത്ത സാമ്പിളിൽ നിന്നും എടുത്തിട്ട് ലാറ്റിറ്റ്യൂഡ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പാർസിങ് ഫങ്ഷൻ ഓക്കെയാണ്. ഇനി മെയിനിൽ വന്നിട്ട് നമ്മൾക്ക് ആക്ച്വൽ ഡാറ്റ എടുക്കണം. ഇവിടെ while of 1 വീണ്ടും ഒരു while RCV not equal to $.
നമ്മൾക്ക് ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇതിനെ ഒരു റിസീവ് ചെയ്യാനൊരു ഇവിടെ ഫങ്ഷൻ കോൾ വേണം. അപ്പോൾ ഇവിടെ ഓരോ തവണയും ക്യാരക്ടർ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും, ഡോളർ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. നെക്സ്റ്റ് വൈൽ RCV നോട്ട് ഈക്വൽ ടു, ഇനി ലാസ്റ്റ് ക്യാരക്ടറാണ് വേണ്ടത്. /r/n ആണ് വരുന്നത്. അപ്പോൾ /n എടുക്കാം. ഇതിനകത്ത് വീണ്ടും RCV ഈക്വൽ ടു UART/RX. ഇവിടെ നമുക്ക് ഇൻഡെക്സ് ഈക്വൽ ടു 0 എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ ഇൻഡെക്സ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഇൻറ്റിജർ വേരിയബിൾ ഇൻഡെക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ക്യാരക്ടർ അറേ കൂടി വേണം. ബഫർ ഓഫ് 200 കൊടുത്തിട്ടുണ്ട്. ഇത് ആക്ച്വലി NMA സെൻറ്റൻസ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് നേരത്തെ സാമ്പിൾ ഇനി ആവശ്യമില്ല, ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു. ഇനി ഇവിടെ ബഫറിലേക്ക് ആഡ് ചെയ്യണം. ബഫർ ഓഫ് ഇൻഡെക്സ് എന്ന് വെച്ചാൽ തുടക്കത്തിൽ ബഫർ ഓഫ് 0 ഈക്വൽ ടു RCV. അപ്പോൾ ഇവിടെ എത്തുന്ന സമയത്ത് RCVയിൽ എന്താണ് ഉണ്ടാകുന്നത്? ആദ്യം RCVയിൽ ഒരു ഡോളർ റിസീവ് ചെയ്തു അല്ലേ, അതിനുശേഷമാണ് വൈൽ ലൂപ്പിനകത്തേക്ക് വന്നത്. എണ്ണാണെങ്കിൽ ശരിക്കും മൂന്നാമത്തെ വൈൽ ലൂപ്പ് എന്ന് വെച്ചാൽ ഈ വൈൽ ലൂപ്പ്. ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് RCVയിലുള്ളത് ഡോളർ ആണ്. ഡോളർ നമ്മൾ ബഫർ ഓഫ് 0 കയറ്റി വെച്ചു. നെക്സ്റ്റ് വീണ്ടും അടുത്ത ക്യാരക്ടർ റിസീവ് ചെയ്യും. എന്നിട്ട് അത് /n ഇല്ലാത്തതുകൊണ്ട് വീണ്ടും ഇവിടെ തന്നെ ബഫർ ഓഫ് 1 പോകണം. അപ്പോൾ ഇൻഡെക്സ് നമ്മൾക്ക് ഇവിടെ നിന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വൈൽ ലൂപ്പ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴേക്കും ഒരു ഡോളർ മുതൽ /n വരെയുള്ള കംപ്ലീറ്റ് ഒരു NMA സെൻറ്റൻസ് നമ്മൾക്ക് ഇതേപോലെ കിട്ടിയിരിക്കും ബഫറിനകത്ത്. ഇനി അത് കൊടുത്തിട്ട് നമ്മൾക്ക് പാർസ് ചെയ്യണം. സോ പാർസ് ഇവിടെ വിളിക്കാം. അതിനകത്തേക്ക് കൊടുത്തു വിടുന്നത് രണ്ട് സംഗതി. ഒന്ന് ബഫർ എന്ന് പറഞ്ഞ ക്യാരക്ടർ അറേ, അത് ഓൾറെഡി പോയിൻ്ററായിട്ടാണ് പോകുന്നത്. അടുത്തത് GPS-ൻ്റെ പോയിൻ്റർ, GPS എന്ന് പറഞ്ഞ സ്ട്രക്ചറിൻ്റെ പോയിൻ്റർ. ഇനി നമുക്ക് ഇവിടെ പ്രിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. OLED റൈറ്റ് 1,10, GPS dot latitude OLED right 1,80, GPS dot lat direction. ഇനി OLED right 3,10, GPS dot longitude കമ്പൈൽ ചെയ്യാം. 5 വാർണിംഗ്സ് ഉണ്ടല്ലേ, എറർ ഒന്നുമില്ല. നമ്മൾ പേജ് കോളം ഇത് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു. കമ്പാരിസൺ ബിറ്റ്വീൻ പോയിൻ്റർ ആൻഡ് ഇൻറ്റിജർ ഇതെവിടെയാണ്? ഓക്കെ, ഇവിടെ റിസീവിനകത്ത്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഡബിൾ കോട്ട്സിലല്ല കൊടുക്കേണ്ടത്, സിംഗിൾ കോട്ട്സിൽ കൊടുക്കണം. ഡബിൾ കോട്ട്സിൽ കൊടുത്താൽ അതൊരു സ്ട്രിങ് ആവും. ഇനി പേജ് കോളം നമ്മൾക്ക് ഇനി ആവശ്യമില്ലാത്തതുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ആ വാർണിംഗ് പോവും. വീണ്ടും കമ്പൈൽ ചെയ്യാം. 5 വാർണിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, RCV മേ ബി യൂസ്ഡ് അൺഇനീഷ്യലൈസ്ഡ്. ഓക്കെ, സോ ഇവിടെ വേണമെങ്കിൽ ഒരു ഈക്വൽ ടു 0 കൊടുത്താൽ അതിൻ്റെ വാർണിംഗ് പോവും. പക്ഷേ ഓൾറെഡി കോഡിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. സോ 0 വാർണിംഗ് 0 എറർ. ഇനി ഇതിനെ ഒന്ന് ഫ്ലാഷ് ചെയ്ത് നോക്കാം. യെസ്, ഇപ്പോൾ നമ്മൾക്ക് കിട്ടുന്നത് ഒറിജിനൽ നമ്മളുടെ GPS എന്നുള്ള ഡാറ്റയാണ്. പക്ഷേ നമ്മൾക്ക് വളരെ മിനിമം ഡാറ്റയെ കിട്ടിയിട്ടുള്ളൂ. ഇപ്പോൾ റൂമിനകത്താണ്. ഇത് പുറത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒറിജിനൽ ഡാറ്റ കിട്ടും. സോ ഇതിനെ ഒന്ന് ആക്ച്വലി നമുക്ക് രണ്ടാമത്തെ ലൈനിൽ മൂന്നാമത്തെ ലൈനിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിനെ പിടിച്ച് 2 എന്ന് വെക്കാം.
നമുക്ക് ജി പി എസിനെ ഒന്ന് 20 എഴുതാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഒക്കെ ഇട്ട് വയ്ക്കാം. സോ ഇതിനെ കമ്പയർ ചെയ്തിട്ടൊന്ന് ഫ്ലാഷ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾക്ക് ഇപ്പോൾ റൂമിനകത്താണ്. റൂമിന് പുറത്ത് പോയിട്ട് ഇതിൻ്റെ ജി പി എസിൻ്റെ ഔട്ട് നോക്കാം. നമ്മുടെ ഇപ്പോൾ അനലോഗ് മീറ്ററിൽ ഒരു 24-25 കിലോമീറ്ററൊക്കെ കാണിക്കുന്നുണ്ട്. OLEDക്ക് ഒരു ബെറ്റർ ഫോണ്ട് എല്ലാം കൊടുത്തിട്ട് ചെയ്യാം, നമ്മളൊരു കോഡ് ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യാം എന്നെല്ലാം പറഞ്ഞിരുന്നു. നമ്മൾക്ക് കുറച്ചുകൂടി ബെറ്റർ വെർഷനായിട്ടുള്ള ഒരു GPS പ്രോജക്റ്റ് ചെയ്ത് നോക്കാം. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ സീരീസിൻ്റെ ലാസ്റ്റ് വീഡിയോ ആയിരുന്നു. ഇതുവരെയുള്ള വീഡിയോസ് എല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാ വീഡിയോസിലും ഉള്ള കണ്ടൻറ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ നമ്മളുടെ ബ്ലോഗിലുള്ള കണ്ടൻ്റ് എല്ലാം യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം ഇവിടെ കമൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിനകത്ത് മെസ്സേജ് ആയിട്ടോ അയയ്ക്കുക. സോ എംബഡഡിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് മറ്റൊരു എൻഡവർ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു റിലീസുമായി അടുത്ത ഒരു വീഡിയോ അടുത്ത് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ബെൽ ബട്ടൺ അമർത്തി വയ്ക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. താങ്ക് യു.